ഹായ് ഡിയേഴ്സ്. സോ കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓരോ ബ്രാഞ്ചിന്റെയും ലാസ്റ്റ് റാങ്ക് അനലൈസ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ കഴിഞ്ഞ വർഷം ഏത് റാങ്കിനാണ് ഗവൺമെന്റ് സീറ്റ് ഓരോ ബ്രാഞ്ചിലും, അതും കാറ്റഗറി വൈസ് ഓരോ കാറ്റഗറിക്കും എത്രയാണ് കിട്ടിയെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബ്രാഞ്ചുകൾ, സിവിൽ പോലത്തെ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ട്രിപ്പിളി, EC പോലത്തെ ബ്രാഞ്ചുകൾ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. യെസ്, ആദ്യം നോക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 15,103. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 15,000 റേഞ്ചിന് ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ, ട്രിവാൻഡ്രത്തെ കോളേജ് നോക്കുകയാണെങ്കിൽ ചെറിയ റാങ്കിന് മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഗവൺമെന്റ് സെക്ടറിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 5,953 റാങ്കിനാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഒട്ടുമിക്ക കോളേജുകളിലും 14,000 15,000 റേഞ്ചിലാണ് ഈ ഒരു ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. പിന്നെ TKM കൊല്ലം 11,000 ആണ് വന്നിരിക്കുന്നത്. ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 22,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്, സിവിലിൽ കിട്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ നോക്കുകയാണെങ്കിൽ 7,724 സിവിലിന്റെ ലാസ്റ്റ് റാങ്ക്. ബാക്കി പല കോളേജിലും 15,000 18,000 മുതൽ 22,000 റേഞ്ച് വരെ കിട്ടിയിട്ടുണ്ട്, അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് 6,757 റാങ്കിനാണ്. ബാക്കി ഓരോ കാറ്റഗറിയിലും 19,000 റാങ്കിന് വരെ ഗവൺമെന്റ് സെക്ടറിൽ ഈ ഒരു കാറ്റഗറിയിൽ ബാക്കി കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 9,716 ആണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്, ആൻഡ് ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. ബാക്കി 63,000 റാങ്കിന് വരെ LA കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരമുള്ള കാര്യമാണ്. 40,000 റാങ്കിന് കിട്ടിയിട്ടുണ്ട്, 34,000 റാങ്കിന് കിട്ടിയിട്ടുണ്ട്. ധീവര കാറ്റഗറിയിൽ 44,000 റാങ്കിനും 51,000 റാങ്കിനും കഴിഞ്ഞ വർഷം ഗവൺമെന്റ് സീറ്റ് കിട്ടി. ട്രിവാൻഡ്രത്ത് 28,000 ക്ലോസിംഗ് റാങ്ക്. ഇങ്ങനെ ഓരോ കാറ്റഗറി നോക്കുമ്പോഴും VK 20,000 കിട്ടിയിട്ടുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 22,000 കിട്ടിയിട്ടുണ്ട്, 18,000 ഉണ്ട്. 9,369 ആണ് ട്രിവാൻഡ്രത്തെ. ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ 48,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. KN കാറ്റഗറിയിൽ 56,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടി. KU കാറ്റഗറിയിൽ 58,000 വരെ കിട്ടിയിട്ടുണ്ട്. ഇത് കാറ്റഗറി വൈസ് ചെറിയൊരു ചേഞ്ച് വരും. SC കാറ്റഗറിക്ക് 50,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടി. ST കാറ്റഗറിക്ക് 63,000 വരെ കിട്ടിയിട്ടുണ്ട്. EW ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് EW കാറ്റഗറി. അവിടെ 59,000 റാങ്കിന് വരെ ലാസ്റ്റ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക് 54,000 വരെ വരും. റെഡി? അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നമ്മൾ കുറേ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറെ ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ 482 ട്രിവാൻഡ്രത്തിന്റെ ക്ലോസിംഗ് റാങ്ക്. അതായത് ടോപ്പ് റാങ്കേഴ്സിന് മാത്രമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ബാക്കി ഓരോ കോളേജും നോക്കുകയാണെങ്കിൽ 3,900 3,999 അറൌണ്ട് 4,000 4,000 വരെ കഴിഞ്ഞ തവണ ഗവൺമെന്റ് സീറ്റ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇഴവ കാറ്റഗറിയിൽ ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക് 1,099 ആണ്. ബാക്കി കോളേജുകൾ എടുക്കുകയാണെങ്കിൽ 5,500 കിട്ടിയിട്ടുണ്ട്. 13,000 ക്ലോസിംഗ് റാങ്ക്. ഇടുക്കിയിലാണ് കുട്ടിക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. MU മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 775 തിരുവനന്തപുരത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. 5,000 6,000 റേഞ്ചിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. 9,000 വരെ കിട്ടിയിട്ടുണ്ട്. LA കാറ്റഗറിയിൽ 39,000 വരെ, 28,000 റേഞ്ചിനുണ്ട്. 39,000 ക്ലോസിംഗ്. ധീവര കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 32,000 റേഞ്ചിലാണ്. അതിലാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. 32,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. വയനാടാണ് കിട്ടിയിരിക്കുന്നത്. ക്ലോസിംഗ് റാങ്ക് വയനാടാണ് വന്നിരിക്കുന്നത്. VK 1,106 CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ ക്ലോസിംഗ് റാങ്ക്. അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടോപ്പ് റാങ്കേഴ്സിന് കിട്ടിയിരിക്കുന്ന, ടോപ്പ് റാങ്കേഴ്സ് ഒപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജാണ്, ഒരു ക്യാമ്പസ് ആണ്. അത്യാവശ്യം നല്ല റാങ്കുകൾക്ക് മാത്രമാണ് അവിടെ കിട്ടിയിരിക്കുക. സോ ഓരോ കാറ്റഗറിയും നോക്കുമ്പോൾ മുൻപ് പറഞ്ഞ ബ്രാഞ്ച് സ്ട്രീമിന്റെ പോലെ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിനും. വലിയ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC നോക്കാം. EC ബ്രാഞ്ചിന്റെ ക്ലോസിംഗ് റാങ്കും കാര്യങ്ങളും നോക്കാം. ഓപ്പൺ കാറ്റഗറിയുടെ 730 എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് ട്രിവാൻഡ്രത്തിന്റെ ക്ലോസിംഗ് റാങ്ക്. ബാക്കി 5,000 റേഞ്ചിനൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇഴവയുടെ ക്ലോസിംഗ് റാങ്ക് 17,000 വയനാടാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 1,162. മുസ്ലിം കാറ്റഗറി 1,136 തിരുവനന്തപുരത്തെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ആൻഡ് വയനാട് 11,000 റാങ്കിന് കിട്ടിയിട്ടുണ്ട്. അതേ റാങ്കിന് തന്നെ ഇടുക്കിയിലും കിട്ടിയിട്ടുണ്ട്. 11,000 റേഞ്ചിലാണ് ക്ലോസിംഗ് റാങ്ക് വന്നത്.
LA കാറ്റഗറിക്ക് 60,000 ഒക്കെയാണ് ക്ലോസിങ്. ഇടുക്കിയിലും വയനാടും ഒക്കെ എടുത്താൽ 60,000 റേഞ്ചിലാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. എന്നാൽ MUവിൻ്റെ തിരുവനന്തപുരത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് LAയുടെ തിരുവനന്തപുരത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 1714. ഇങ്ങനെ ഓരോ നോക്കിയാൽ EW ഇക്കണോമിക്കലി വീക്കർ സെഷന്റെ ക്ലോസിംഗ് റാങ്ക് 40,000-ഓളാണ് വന്നിരിക്കുന്നത്. വയനാട്ടിലെ ക്ലോസിംഗ് റാങ്ക് ആണ്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 66,000 67,000 റേഞ്ചിലൊക്കെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അത്രയും റാങ്കുകാർക്ക് വരെ ഗവൺമെന്റ് സെക്ടറിൽ EC എന്നുള്ള ഒരു ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട്. KU കാറ്റഗറി നോക്കുകയാണെങ്കിൽ 14,000 49,000 24,000 തൊട്ട് 46,000 വരെ കിട്ടിയിട്ടുണ്ട്. അതാണ് ക്ലോസിംഗ് റാങ്ക്. KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ 57,000 41,000 ആ ഒരു റേഞ്ചിലൊക്കെ ക്ലോസിംഗ് വന്നിട്ടുണ്ട്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 2,090 റേഞ്ചിലാണ് തിരുവനന്തപുരത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. എന്നാൽ 36,000 റാങ്കിനൊക്കെ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബ്രാഞ്ചസിന്റെ ക്ലോസിംഗ് റാങ്കും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് സിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അവിടെ നോക്കിയിട്ട് ഈ വർഷമുള്ള നിങ്ങളുടെ പോസിബിലിറ്റി ഒക്കെ നോക്കാം. ഓക്കെ, നമ്മൾ നീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് സീറ്റുകൾ കിട്ടും. സീറ്റുകളുടെ അവൈലബിലിറ്റി കൂടുതലാണ്. ഓക്കെ, മറ്റതിന് അത്രയും അതിലും കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾക്ക് അഡ്മിഷന് സാധ്യതയുള്ളത് തന്നെയാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളായിട്ട് ഇനി ഒരുപാട് വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.